സൃഷ്ടിയുടെ പൂർണ്ണത ഉൾക്കൊള്ളുവാൻ മഹർഷിമാരും മഹാചാര്യന്മാരും തപസ്സിരുന്നപ്പോൾ പുരാണങ്ങളും വേദങ്ങളും മഹാകാവ്യങ്ങളും ആവിർഭവിച്ചു. ആ താപസർ ഉൾക്കൊണ്ടിരുന്ന അതേ കൃഷ്ണയുടെ അംശങ്ങൾ നമ്മളിൽ ഇന്നും കുടികൊള്ളുന്നത് കൊണ്ടാവാം നാം പാരമ്പര്യത്തെ ചികയുന്നതും അന്വേഷിക്കുന്നതും. മാതിരപ്പള്ളി കുടുംബചരിത്രം പൂർത്തിയാക്കുവാൻ സ്വയം ഇറങ്ങി തിരിച്ചു. വിവിധ നാടുകളും ദേശങ്ങളും സന്ദർശിച്ചു. മാതിരപ്പള്ളി തറവാടുകളിലെ കാരണന്മാരെ സമീപിച്ചു. വിവരങ്ങൾ ശേഖരിച്ച ശ്രീ M.A. ജേക്കബും ശേഖരിച്ച വിലപിടിപ്പുള്ള രേഖകളും ചരിത്ര വസ്തുതകളും ചിട്ടയിലും ക്രമത്തിലുമാക്കിയ ശ്രീ M.V. ആന്റണിയും ഇപ്പോൾ നമ്മോടൊപ്പമില്ല. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. ഈ മഹാമനസ്കർ കണ്ടെത്തിയ സത്യങ്ങളും വസ്തുതകളും ലിപികളിൽ കുറിച്ചത് ശ്രീ M.D. ക്രിസ്റ്റഫറും ശ്രീ M.J. ജെയിംസുമാണ്. ഇന്ന് ഈ സമഗ്ര സമ്മേളനത്തിൽ മാതിരപ്പള്ളി കുടുംബ ചരിത്രത്തിന്റെ താളുകൾ നമുക്ക് മുൻപിൽ തുറക്കുന്നത് മാതിരപ്പള്ളി അസോസിയേഷന്റെ നെടുംതൂണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ ശ്രീ M.V. ക്രിസ്റ്റഫറാണ്. He is not just a supporter but a strong pillar of our collective journey. വാക്കുകളേക്കാൾ പ്രവർത്തികളിലൂടെ മാതൃകയായി മാറിയ വ്യക്തിയാണ് അദ്ദേഹം. ശ്രീ M.V. ക്രിസ്റ്റഫറിനെ സ്വാഗതം ആശംസിക്കുന്നതിന് തുടർന്ന് കുടുംബചരിത്ര അവതരണത്തിനായും സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Good evening to everybody. വേദിയിലിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികളെ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, മാതിരപ്പള്ളി വീട്ടുകാർക്ക് ആ പേര് ചാർത്തി കിട്ടിയിട്ട് 2.5 നൂറ്റാണ്ട് കഴിഞ്ഞു. കോതമംഗലത്തെ മാതിരപ്പള്ളി എന്ന സ്ഥലത്ത് നിന്ന് ചേരാനെല്ലൂരിലേക്ക് താമസമാക്കിയത് കൊണ്ടാണ് ആ കുടുംബത്തെ മാതിരപ്പള്ളിക്കാർ എന്ന് വിളിച്ചു പോകുന്നത്. ആ കുടുംബത്തിന്റെ സന്തതി പരമ്പരകളാണ് വിവിധ പ്രദേശങ്ങളിൽ താമസിപ്പിക്കുന്ന മാതിരപ്പള്ളി വീട്ടുകാരായ നാം ഓരോരുത്തരും. മാതിരപ്പള്ളി അസോസിയേഷൻ എന്ന കുടുംബ സംഘടന രൂപീകരിച്ചിട്ട് 5 പതിറ്റാണ്ടുകൾ പിന്നിട്ടു. ആ ഗോൾഡൻ ജൂബിലിയാണ് നമ്മളിവിടെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നത്. ഞാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MP ഹൈബി ഈഡനെ ഒരു കരഘോഷത്തിലൂടെ സ്വാഗതം ചെയ്യാം. ഇന്നത്തെ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷൻ മാതിരപ്പള്ളി അസോസിയേഷന്റെ പ്രസിഡന്റായ ശ്രീ ജോർജ് ഫാസിമാണ്. അദ്ദേഹത്തെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആളുകളുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സുവർണ ജൂബിലി ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിച്ചിരിക്കുന്നത് എറണാകുളം പാർലമെന്റ് അംഗമായ ശ്രീ ഹൈബി ഈഡൻ അവർകളാണ്. എന്തിനും ഏതിനും നമ്മളോട് സഹകരിക്കുന്ന, നമ്മളെ അറിയുന്ന, നമ്മൾ അറിയുന്ന അദ്ദേഹത്തെ സ്നേഹ ബഹുമാനത്തോടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യും. നമ്മുടെ ഗോൾഡൻ ജൂബിലിയിലെ മുഖ്യ പ്രഭാഷണം നടത്താൻ നേട്ടത് നമ്മുടെ എറണാകുളത്തിന്റെ MLA ആയ ശ്രീ TJ വിനോദ് അവറുകളാണ്. അദ്ദേഹത്തിന് തിരക്കുള്ളത് കൊണ്ട്
നേരത്തെ തന്നെ വരികയും ദിവ്യബലിയിൽ പങ്കെടുക്കുകയും വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്യുകയും ചെയ്ത് അദ്ദേഹം ഇവിടെ നിന്ന് പോവുകയുണ്ടായി. എങ്കിലും ഔപചാരികമായിട്ട് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തിരക്കിട്ട ജീവിതവും അതിനേക്കാൾ തിരക്കിട്ട കലാപ്രവർത്തനവുമായി ഇന്നത്തെ സിനിമാ രംഗത്തെ പ്രശസ്തനായ ശ്രീ ബാലു വർഗീസ് ഇന്നിവിടെ സന്നിഹിതനാവാമെന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സിനിമാ രംഗത്ത് നിന്ന് മറ്റൊരു തിളക്കമാർന്ന താരം കൂടി ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മുടെ പരിപാടിക്ക് എത്തിയിട്ടുണ്ട്. ആ കലാകാരനാണ് ശ്രീ ബൈജു ജോസ്. എല്ലാവർക്കും വേണ്ടി മാതിരപ്പള്ളി അസോസിയേഷന് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സെന്റ് ജെയിംസ് ചർച്ചിലെ പ്രായോഗികതയ്ക്ക് പ്രാധാന്യം നൽകി, എന്നാൽ വിശ്വാസത്തിനോ ആചാരത്തിനോ പാരമ്പര്യത്തിനോ കോട്ടം വരാത്ത രീതിയിൽ കാലികമായ പരിണാമത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു യുവ തേജസ്സായി എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച നമ്മുടെ വികാരിയച്ഛൻ റവറൻഡ് ഫാദർ ജോൺ കാപ്പസ്റ്റൻ ലോപ്പസിനെ സ്നേഹ ബഹുമാനത്തോടെ ഒത്തിരി ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു. റവറൻഡ് ഫാദർ സ്റ്റാൻലി മാതിരപ്പള്ളി ഇവിടെ സാന്നിധ്യമുണ്ടായിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ പതാക ഉയർത്തിയത്. കുറച്ചു കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹം എത്തിച്ചേരും. പൗരോഹിത്യത്തിന്റെ അർത്ഥവും സമർപ്പണവും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാതിരപ്പള്ളിക്കാർക്ക് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഔപചാരികമായിട്ട് സ്വാഗതം ചെയ്യുന്നു. റവറൻഡ് ഫാദർ ഡോക്ടർ ജോർജ് മാതിരപ്പള്ളി ചേരാനല്ലൂരിന്റെ അഭിമാനവും വിശ്വാസത്തിന്റെ നായകനുമാണ്. ഞങ്ങളുടെ പ്രിയ അഗസ്റ്റിൻ ചേട്ടന്റെ പുത്രനുമായ ഫാദർ ജോർജ് മാതിരപ്പള്ളിയെ ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. റവറൻഡ് ഫാദർ ജിബിൻ മാതിരപ്പള്ളി ഇടയക്കുന്ന് പള്ളിയിലെ വികാരിയാണ്. ഗോൾഡൻ ജൂബിലിക്ക് എന്നും എപ്പോഴും കൂടെ നിന്ന മാതിരപ്പള്ളി സഹോദരനുമാണ്. എല്ലാവർക്കും വേണ്ടി ആ യുവ പുരോഹിതനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാതിരപ്പള്ളിക്ക് ഒരുപാട് മേഖലകളിൽ അവരുടെ വ്യക്തിത്വം പലപ്പോഴായി തെളിയിച്ചിട്ടുണ്ട്. ചേരാനല്ലൂരിൽ നിന്ന് ഇടുക്കിയിലേക്ക് താമസം മാറ്റി കാർഷിക വൃത്തിയുമായി നടന്ന ഒരു മാതിരപ്പള്ളിക്കാരൻ, ഒരു ജേർണലിസ്റ്റ്, ഒരു എഴുത്തുകാരൻ തുടങ്ങിയ വിശേഷങ്ങളുമായി ഒരു സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹമാണ് മനോജ് മാതിരപ്പള്ളി. അദ്ദേഹം ജേർണലിസ്റ്റ് ആണെന്ന് മാത്രമല്ല 9ഓളം ബുക്കുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വായിക്കാനിടയായി. വളരെ നന്നായി എഴുത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച ഒരു സഹോദരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തു. ഇനി രാഷ്ട്രീയത്തിലെ ജനപ്രതിനിധികളായിട്ട് മികവ് തെളിയിച്ച ഒത്തിരി പേര് നമ്മുടെ മാതിരപ്പള്ളി തറവാട്ടിലുണ്ട്. അതിൽ ആദ്യത്തേത് മുൻ എടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ MR ആന്റണിയാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ ഒത്തിരി ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യട്ടെ. എറണാകുളം ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സഹോദരൻ നമുക്കുണ്ട്. വളരെ നന്നായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആ സഹോദരനാണ് ശ്രീ MV ലോറൻസ്. അദ്ദേഹത്തെയും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേഖലയിൽ ഒരു വലിയ സംഘടനയാണ് NGO അസോസിയേഷൻ. ഈ NGO അസോസിയേഷന്റെ പ്രവർത്തനത്തിന്റെ മുൻപന്തിയിൽ നിന്ന് അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വന്ന
ശ്രീ തോമസ് ഹെർബറ്റിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിരുന്ന ജെസ്സി സൈമനെ സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന ഷൈമോൾ ജെൻസനെ സ്വാഗതം ചെയ്യുന്നു. പ്രധാനമായിട്ട് ഒരു കാര്യം വിട്ടുപോയി, അത് മുൻകൂട്ടി തയ്യാറാക്കുന്നതിന്റെ പേരിൽ വിട്ടുപോയതാണ്. നമ്മുടെ ബഹുമാനിയായ സിസ്റ്റർ ലിസിയെ സ്വാഗതം ചെയ്യാൻ വിട്ടുപോയി, ക്ഷമിക്കണം. എല്ലാവർക്കും വേണ്ടി നമ്മുടെ സിസ്റ്ററിനെ സ്നേഹത്തോടെ ഒരുപാട് ഇഷ്ടത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനിയുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന ട്രീസ മോളി ജോണിയാണ്. ക്ലാസ്സിലില്ല എന്ന് തോന്നുന്നു, വന്നിരുന്നവിടെ അവരെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൂടാണ്ട് ഇപ്രാവശ്യം കടങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത റോസ്ലി ബിജുവിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ മാതിരപ്പള്ളി അസോസിയേഷന് വേണ്ടി എന്നും ഞങ്ങൾക്ക് പ്രോത്സാഹനമായിരുന്ന ഒരു വൈദികനാണ് ശ്രീ റവറൻ ഫാദർ പീറ്റർ മാതിരപ്പള്ളി. അദ്ദേഹത്തിൻ്റെ 25ാം പൗരോഹിത്യത്തിൻ്റെ വാർഷികത്തിൽ ഞാനവിടെ ചെന്നിരുന്നു. ഒരു അത്ഭുതം എന്നോണം ഈ പീറ്ററച്ചൻ അവിടെ അൾത്താരയിലെ കുർബാന കഴിഞ്ഞപ്പോൾ, അന്ന് മാതിരപ്പള്ളി അസോസിയേഷന്റെ ഭാരവാഹിയായിരുന്നു ഞാൻ, ആദ്യമായി അൾത്താരയിൽ കയറി പ്രസംഗിക്കാനുള്ള ഒരു അവസരം തന്നു, അദ്ദേഹത്തെ അനുമോദിക്കാനുള്ള അവസരം തന്നു. ആ പീറ്ററച്ചനെ ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് ഇഷ്ടത്തോടെ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യട്ടെ. ഇനി നമ്മുടെ അസോസിയേഷന്റെ സെക്രട്ടറിയാണ് ശ്രീ ബ്രൗണി എഡ്വേർഡ്. ഇന്നത്തെ ഈ എല്ലാ പരിപാടികളെയും ആസൂത്രണത്തിന് തണലും ബലവുമായി നിന്ന ശ്രീ ബ്രൗണി എഡ്വേർഡിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഇനിയാണ് മാതിരപ്പള്ളി അസോസിയേഷന്റെ ഏറ്റവും ജീവനാടി എന്ന് പറയാവുന്ന ഓരോ അംഗങ്ങളും, ഞാൻ ഉൾപ്പെടെയുള്ള ഓരോ അംഗങ്ങളും, 80 വയസ്സ് കഴിഞ്ഞവര്, വിദ്യാഭ്യാസത്തിൽ മികവ് തെളിയിച്ചവര്, യുവാക്കള്, മധ്യവയസ്കര്, എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവര് എങ്ങനെയൊക്കെ സ്വാഗതം ചെയ്താലും മതിയാവില്ല. അവരെ ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യട്ടെ.